नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 73, ശിശുപാലമോക്ഷം, പേജ് നമ്പർ 724. ഈ പരിതസ്ഥിതികളിൽ യാഗത്തിലെ അഗ്രപൂജ കൈക്കൊള്ളാൻ അവൻ എങ്ങനെ യോഗ്യനാകും? വൈദിക സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ധാരാളം സമുന്നതർ ജീവിക്കുന്ന മധുരാപുരി ഉപേക്ഷിച്ച് വേദങ്ങളെക്കുറിച്ചുള്ള വർത്തമാനം പോലുമില്ലാത്ത സമുദ്രത്തിൽ അഭയം പ്രാപിച്ച അവൻ തികഞ്ഞ വിഡ്ഢിയാണ്. പരസ്യമായ ജീവിതം നയിക്കുന്നതിനു പകരം ജലാന്തർഭാഗത്തു കോട്ട കെട്ടി വൈദിക ജ്ഞാനത്തെക്കുറിച്ചു മിണ്ടാട്ടം പോലുമില്ലാത്ത അന്തരീക്ഷത്തിലാണു അവൻ്റെ വാസം. കോട്ടയ്ക്കു പുറത്തു വരുമ്പോഴൊക്കെ കള്ളനെയോ തെമ്മാടിയെയോ കൊള്ളക്കാരനെയോ പോലെയാണ് അവൻ്റെ ജീവിതം. കൃഷ്ണനെ അഗ്രപൂജയ്ക്കായി സർവശ്രേഷ്ഠനായി തിരഞ്ഞെടുത്തതിൽ ശിശുപാലന് ഏതാണ്ടു ഭ്രാന്തു പിടിച്ചതുപോലെയായി. തൻ്റെ സർവസൗഭാഗ്യവും നഷ്ടപ്പെട്ടവനെപ്പോലെ നിരുത്തരവാദപരമായിട്ടാണ് അയാൾ സംസാരിച്ചത്. ദൗർഭാഗ്യത്തിൻ്റെ ഇരുൾ മൂടിക്കഴിഞ്ഞിരുന്നതിനാൽ ശിശുപാലൻ കൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. ഒരു പ്രതിഷേധവും കൂടാതെ കൃഷ്ണൻ അതൊക്കെ ക്ഷമയോടെ കേട്ടു. ഒരു പറ്റം ചെന്നായ്ക്കൾ ഓരിയിട്ടാൽ സിംഹം കൂസാറില്ലല്ലോ, അതുപോലെ ഭഗവാൻ കൃഷ്ണൻ തീരെ പ്രകോപിതനാകാതെ മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ശിശുപാലൻ്റെ ഒരാരോപണത്തിനു പോലും മറുപടി പറഞ്ഞില്ല. എന്നാൽ ശിശുപാലനോടു യോജിപ്പുണ്ടായിരുന്ന അപൂർവം ചിലരൊഴികെ അവിടെ സന്നിഹിതരായിരുന്നവരൊക്കെ അത്യധികം ക്ഷുബ്ധരായി. കാരണം ഭഗവാനെയോ ഭക്തന്മാരെയോ അസഭ്യം പറയുന്നതിനെ ചെറുക്കുക എന്നത് ഉത്തരവാദിത്വബോധമുള്ള ഏതൊരുവൻ്റെയും ധർമ്മമാണ്. ശിശുപാലനെതിരെ തക്കതായ നടപടിയെടുക്കാൻ സാധിക്കാത്തതിനാൽ പ്രതിഷേധസൂചകമായി ചിലർ ദുരാരോപണങ്ങൾ കേൾക്കാതിരിക്കാൻ ചെവി പൊത്തിക്കൊണ്ട് സമ്മേളനത്തിൽ നിന്നിറങ്ങിപ്പോയി. ശിശുപാലൻ്റെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ സ്ഥലം വിട്ടു. പരമപുരുഷനെ അധിക്ഷേപിക്കുന്നതു കേൾക്കുന്നിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുതെന്നാണ് വേദാനുശാസനം. ഇതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ്റെ പുണ്യകർമ്മങ്ങളൊക്കെ നഷ്ടമാവും. അവൻ്റെ ജീവിതം അധപതിക്കുകയും ചെയ്യും. കുരു, മത്സ്യ, കേകയ, സൃഞ്ജയ വംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരെല്ലാം അത്യന്തം കോപിച്ചു വാളും പരിചയുമായി ശിശുപാലനെ വധിക്കാനടുത്തു.
അവിടെ സന്നിഹിതരായിരുന്ന രാജാക്കന്മാരെല്ലാം അയാളെ വധിക്കാൻ തയ്യാറായിട്ടും ശിശുപാലൻ ഒട്ടും ഇളകിയില്ല. അത്രയ്ക്കു വിഡ്ഢിയായിരുന്നു അയാൾ. വിഡ്ഢിത്തം നിറഞ്ഞ തൻ്റെ വാക്കുകളുടെ പ്രത്യാഘാതങ്ങളൊന്നും അയാൾ വകവെച്ചില്ല. മറ്റു രാജാക്കന്മാർ അയാളെ വധിക്കാൻ തയ്യാറെടുക്കുന്നതു കണ്ടപ്പോൾ അതു തടയുന്നതിനു പകരം അവരെ നേരിടാൻ അയാൾ വാളും പരിചയുമായിട്ട് മുന്നോട്ടായുകയായിരുന്നു. മംഗളകരമായ യാഗവേദിയിൽ അവർ യുദ്ധത്തിനു വട്ടം കൂട്ടിയപ്പോൾ അവരെ ശാന്തരാക്കാൻ കൃഷ്ണൻ നേരിട്ടിടപെട്ടു. തൻ്റെ അഹൈതുകമായ കാരുണ്യം മൂലം അദ്ദേഹം തന്നെ ശിശുപാലനെ വധിക്കാൻ തീരുമാനിച്ചു. തന്നെ ആക്രമിക്കാനൊരുമ്പെട്ട രാജാക്കന്മാരെ ശിശുപാലൻ അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ നിശിതമായ ചക്രായുധം കൊണ്ടു ശിശുപാലൻ്റെ ശിരസ്സു ശരീരത്തിൽ നിന്നു വേർപെടുത്തി. ഇപ്രകാരം ശിശുപാലൻ വധിക്കപ്പെട്ടപ്പോൾ സമ്മേളനത്തിനെത്തിയ ജനക്കൂട്ടത്തിൽ നിന്നു വലിയ ആർപ്പുവിളിയും ശബ്ദകോലാഹലങ്ങളും ഉയർന്നു. ഈ തക്കം മുതലെടുത്ത് ശിശുപാലൻ്റെ അനുയായികളായ രാജാക്കന്മാർ പ്രാണഭയം കൊണ്ട് പെട്ടെന്നു സ്ഥലം വിട്ടു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭാഗ്യവാനായ ശിശുപാലൻ്റെ ആത്മാവ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കൃഷ്ണൻ്റെ ശരീരത്തിൽ ലയിച്ചു ചേർന്നു. ഒരു കൊള്ളിയാൻ ഭൂമണ്ഡലത്തിൽ പതിക്കുന്നത് പോലെ ശിശുപാലൻ്റെ ആത്മാവ് ഭഗവാൻ കൃഷ്ണൻ്റെ അതീന്ദ്രിയ ശരീരത്തിൽ ലയിച്ചു ചേർന്നത് 4 കുമാരന്മാരുടെ ശാപമേറ്റ് വൈകുണ്ഠലോകത്തു നിന്നു ഭൗതിക ലോകത്തു പതിച്ച ജയവിജയന്മാരുടെ കഥയാണു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തുടർച്ചയായ 3 ജന്മങ്ങളിൽ ഭഗവാന്റെ ബദ്ധശത്രുക്കളായി പ്രവർത്തിക്കണമെന്നും ആ ജന്മങ്ങൾ അവസാനിക്കുമ്പോൾ ജയവിജയന്മാർക്കു വൈകുണ്ഠലോകത്തിൽ തിരിച്ചെത്തി ഭഗവാന്റെ സംബന്ധികളായി അദ്ദേഹത്തെ സേവിക്കാമെന്നുമായിരുന്നു വ്യവസ്ഥ. ഹരേ കൃഷ്ണ.